إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന രൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ജീവനും മറ്റു സൗകര്യങ്ങളുമൊക്കെ അവന് വേണ്ടി നീക്കി വെച്ചുകൊണ്ട് കഴിയുവാൻ നമ്മൾ തയ്യാറാവുക. അതിനു വേണ്ടി ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തെ മരിക്കുന്നതിന് മുമ്പ് ധന്യമാക്കുവാനും നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിൽക്കുന്നത് പുണ്യമാസമായ ഹജ്ജിൻ്റെ നാളുകൾ ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലൂടെയാണ് നമ്മളുടെ ഈമാനിനെയും തഖ്വയെയും അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യഥാസമയം ശക്തിപ്പെടുത്തുന്നത്. ചിലപ്പോഴൊക്കെ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും പറയും. മറ്റു ചിലപ്പോൾ ഹലാല് ഹറാമ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയും. വേറെ ചില സന്ദർഭങ്ങളിൽ പ്രപഞ്ചം, അതിലുള്ള അത്ഭുതങ്ങൾ പരാമർശിക്കും. വേറെയും ചില സന്ദർഭങ്ങളിൽ കഴിഞ്ഞു പോയ ചരിത്രങ്ങൾ പറയും. ഇങ്ങനെ പല കൈവഴികളിലൂടെ നമ്മളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പാതയിലേക്കാണ്. ചരിത്രത്തിൻ്റെ പാഠം എന്ന നിലക്കാണ് ഈ മാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളുടെ മനസ്സിലേക്കും ശ്രദ്ധയിലേക്കും വരുന്നത്. അദ്ദേഹത്തിൽ നിന്നുള്ള ഓരോ സന്ദർഭങ്ങളെയും അനുഭവങ്ങളെയും പഠിക്കുക എന്നതാണ് നമ്മളുടെ ഈമാനും തഖ്വയും അള്ളാഹുവിലേക്കുള്ള ഇഖ്ലാസും ഒന്നുകൂടി ശക്തിപ്പെടുത്തുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ വിഭാഗക്കാർക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ വക്താവാണ്, ആളാണ് എന്ന അവകാശവാദമുണ്ടായിരുന്നു. ആ ഒരു വാദത്തെ ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇബ്രാഹീമിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്നുകൂടി ഖുർആൻ അറിയിക്കുന്നുണ്ട്. മാക്കാന ഇബ്രാഹീമു യഹൂദിയൻ വല നസ്രാനിയ. അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും ഇബ്രാഹിമിന് ചേരുകയില്ല. അദ്ദേഹം നസ്രാനിയോ ജൂതനോ ആയിരുന്നില്ല. പിന്നെയോ വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമൻ. രണ്ട് ക്വാളിറ്റി, യോഗ്യതയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതുല്യനാക്കുന്നത്. അഥവാ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പകർത്താവുന്നതാണ് ആ രണ്ട് ക്വാളിറ്റികളും. ഒന്ന് ഹനീഫ്, ഹനഫീയത്ത്, ശരിയായ വളവും തിരിവും ഒളിച്ചു വെക്കലുമൊന്നുമില്ലാത്ത, കബളിപ്പിക്കലില്ലാത്ത ശരിയായ ഒരു വിശ്വാസം. വേറെയൊന്ന് മുസ്ലിം, അള്ളാഹുവിന് എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെടുക എന്നത്.
ആ രണ്ട് യോഗ്യതയാണ് എല്ലാ കാലത്തുമുള്ള മുസ്ലിങ്ങളെ ഏറ്റവും മികച്ച വ്യക്തികളാക്കി മാറ്റുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇനി നടക്കാൻ പോകുന്ന ഹജ്ജ് കർമ്മങ്ങൾ. ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള 6 ദിവസങ്ങളിലായി നടക്കുന്ന, വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ കർമ്മവും യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് ഒരുപാട് പാഠങ്ങളും ഗുണങ്ങളും അനുഭവങ്ങളും പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ആരാധനകളും മുസ്ലിങ്ങളോട്, വിശ്വാസികളോട് മാത്രമാണ്. നമസ്കരിക്കുക എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുഅ്മിനുകളെ പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ്. സക്കാത്ത് പറഞ്ഞതും അതുപോലെ ഈമാനും ഇസ്ലാമും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ഹജ്ജിനെ പറ്റി പറയുന്നത് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അതാണ് പ്രത്യേകത. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾക്ക് വിളംബരം കൊടുക്കുക. എന്ത്? ഹജ്ജിനെ പറ്റിയിട്ട്. അപ്പം ജനങ്ങളിൽ മുസ്ലിങ്ങളും അല്ലാത്തവരുമൊക്കെ ഉണ്ടാകും. അവരൊന്നും ഹജ്ജിന് വരുന്നവരല്ല. എന്നാൽ പോലും ഹജ്ജിൻ്റെയും സന്ദേശം എല്ലാ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അതിൽ തൗഹീദുണ്ട്, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന സമർപ്പണബോധമുണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക, ബലി കഴിക്കുക എന്ന ഒരു വികാരമുണ്ട്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് ജഅലൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംനൻ, വിശുദ്ധമായ കഅബാലയത്തെ, അത് ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തെ നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാക്കി, ജനങ്ങൾക്ക് സമ്മേളിക്കുവാനുള്ള കേന്ദ്രവുമാക്കി. അവിടെയും നാസ്, ജനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെയുള്ള ആയത്തുകളൊക്കെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ഹജ്ജിലൂടെ കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം മൊത്തത്തിൽ മാനവികത അല്ലെങ്കിൽ ബശരീയത്ത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് ആശയം. നിർവഹിക്കുന്നവർ, ഹജ്ജിന് പോകുന്നവർ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിലും ഹജ്ജിൻ്റെ നേട്ടത്തിലൂടെ, പഠനത്തിലൂടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ജനങ്ങൾക്കെല്ലാം കഴിയണം എന്നതാണ്. ആ രൂപത്തിൽ ഹജ്ജിനെ പറ്റി പഠിക്കുമ്പോഴാണ് അത് ഹാജി എന്ന ആൾക്ക് ഉപകരിക്കുന്നത് പോലെ ഹജ്ജിന് പോവാത്ത നാട്ടിൽ നിൽക്കുന്ന നമുക്കും ഉപകാരമായി, നേട്ടമായി മാറുന്നത്. നമ്മൾ സാധാരണ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ആശംസ അറിയിക്കാറുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതുതന്നെയാണ്, ആ 2 വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലൂടെ അവർക്ക് ലഭിക്കുന്നതും പറയുന്ന നമുക്ക് ലഭിക്കുന്നതും. മഖ്ബൂൽ എന്ന് പറയുമ്പോൾ സ്വീകരിക്കപ്പെടുക എന്നേ അർത്ഥമുള്ളൂ. മബ്റൂർ എന്ന് പറയുമ്പോഴോ പുണ്യമുള്ളത് എന്നാണ് അർത്ഥം. സാധാരണ നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് മഖ്ബൂലും മബ്റൂറുമാക്കുക എന്നത് അള്ളാഹു ചെയ്യേണ്ട പണിയാണ്, നമുക്കതിൽ കാര്യമായ റോളൊന്നുമില്ല എന്നാണ് വിചാരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അതിൽ ഒന്ന് നമ്മുടെ ബാധ്യതയാണ്. മബ്റൂർ ആകുമ്പോൾ മാത്രമേ മഖ്ബൂൽ ആവുകയുള്ളൂ. മബ്റൂർ എന്ന് പറഞ്ഞാൽ ബിറുള്ളത്, പുണ്യമുള്ളത്, നന്മയുള്ളത്. അപ്പം നന്മയും പുണ്യവും ഏതെല്ലാം കാര്യങ്ങളിലുണ്ടോ അതൊക്കെ എന്താകും? മഖ്ബൂലുമാകും. അത് ആ സമയം തന്നെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും, കബൂൽ ചെയ്യുമെന്നർത്ഥം. അത് ഹജ്ജിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അത് ബാധകമാക്കുകയാണ്. ഹജ്ജിന് പോവാത്ത ധാരാളം ആൾക്കാരുണ്ട്, പോക്ക് നിർബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കും യഥാർത്ഥത്തിൽ ഈ ഒരു മെസ്സേജ് ബാധകമാണ്. എൻ്റെ ജീവിതത്തിൽ പുണ്യവും നന്മയും സ്വലാഹും ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു എന്നെ സ്വീകരിക്കുകയുള്ളൂ
എന്ന ഒരു സന്ദേശമാണ് ഹജ്ജിന് പോകുന്ന ആൾക്ക് ഹജ്ജ് കർമ്മങ്ങൾക്ക് ഉള്ളതും അത് പറയുന്ന നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ലാ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു എന്ന്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ദൈർഘ്യം കൂട്ടുന്നത് എന്താണ്? സംഖ്യകളല്ല. 40 വയസ്സ് ജീവിച്ചു, 60, 80 വർഷം ജീവിച്ചു എന്നിങ്ങനെ സംഖ്യകൾ കൊണ്ട് പറയുന്നതല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം. അദ്ദേഹം പറയുന്നത് ബിർറാണ്, പുണ്യമാണ് ഏതൊരു മനുഷ്യൻ്റെയും ആയുസ്സിന് ദൈർഘ്യം കൂട്ടുന്നത്. പുണ്യം എത്ര ചെയ്യാൻ കഴിഞ്ഞോ അയാൾ വളരെ കുറച്ച് കാലമേ ജീവിച്ചിട്ടുള്ളൂവെങ്കിലും ആ ജീവിതം പടച്ചവൻ്റെ പക്കൽ വളരെ വളരെ ദൈർഘ്യമുള്ള ഒരു ശേഖരമായിട്ട് രേഖപ്പെടുത്തുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അപ്പോൾ ഹജ്ജിലൂടെ മഖ്ബൂലും മബ്റൂറുമാവുക എന്നത് ഹജ്ജിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും ഉപയോഗിക്കേണ്ട ഏറ്റവും ചെറുതും വലുതുമായ കർമ്മങ്ങളിൽ ബാധകമാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. മറ്റൊന്ന്, എങ്ങനെയാണ് ഈ രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുക, പുണ്യങ്ങൾ കൊണ്ട് നിറക്കുക, അതിൻ്റെ വഴി എന്താകുന്നു എന്നതാണ്. അതിനും നമുക്ക് തിരിച്ചു പോവേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലേക്കാണ്. 3 സന്ദർഭങ്ങളെ അതിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാം. ഒന്ന് ഇബ്രാഹിം നബിയുടെ തന്നെ. ഖുർആൻ പറയുന്നു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, കീഴ്പ്പെട്ടുകൊണ്ട് പെർഫെക്റ്റായ ഒരു മുസ്ലിമായി നീ മാറുക എന്ന് അള്ളാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതിന് കുറേ സംശയിച്ച് ശങ്കിച്ച് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ചിന്തിച്ച് നിന്നില്ല ഇബ്രാഹിം. തത്സമയം ഇബ്രാഹിം പ്രതികരിച്ചു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ചോദ്യവും ഉത്തരവും ഒരു നിമിഷം കൊണ്ട് പൂർത്തിയായി. ഇതാണ് ഇബ്രാഹീമിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു ഭാഗം. നമ്മൾ പറഞ്ഞ മബ്റൂറും മഖ്ബൂലുമായി ജീവിതം മാറ്റാൻ ഈ ഒരു തത്സമയം അള്ളാഹുവിനോട് പ്രതികരിക്കുക എന്നത് ആവശ്യമാണ്. രണ്ടാമത്തെ സന്ദർഭത്തെ നാം കാണുന്നത് മകൻ്റെ ജീവിതത്തിലാണ്. ചരിത്രത്തിൽ നമ്മൾ കേട്ടതുപോലെ മകനെ ബലി നൽകുവാനുള്ള കൽപ്പന പിതാവ് നടപ്പിലാക്കാൻ പോകുമ്പോൾ മകൻ്റെ പ്രതികരണം, നിന്നെ അറുക്കുവാൻ ആണ് നിർദ്ദേശം. അപ്പോൾ എന്താണ് ഇസ്മായിൽ നബി പറഞ്ഞത്? ഇഫ്അൽ മാ തുഉമർ. അവിടെയും മകന് രണ്ടാമതൊരു ചോദ്യമില്ല, സംശയങ്ങളില്ല, ഉടനെ പ്രതികരിച്ചു. എന്താണോ കൽപ്പിച്ചത് അതിന് ഞാൻ റെഡി, ചെയ്യാം. മൂന്നാമത്തെ ഒരു സന്ദർഭം അവരുടെ ഉമ്മയിൽ നിന്ന്, അതായത് ഇബ്രാഹിം നബിയുടെ ഭാര്യയെ പറ്റിയാണ്, ഹാജറ ബീവി. മകനെ ഭാര്യയെയും തനിച്ചാക്കി മക്കയുടെ ഭാഗത്ത് നിർത്തി ഇബ്രാഹിം നബി പോകുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. ആരും നോക്കാനില്ല, വിളിക്കാനും പറയാനും ആരുമില്ല. അന്നേരം ഉമ്മ ഹാജറ ബീവി ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോകുന്നത്? ഈ കുഞ്ഞിനെയും എന്നെയും തനിച്ചാക്കി. അല്ലാഹു അമറക്ക ബിഹാദ, ഇങ്ങനെ പോവാൻ അള്ളാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അതെ എന്ന് പറഞ്ഞു. അന്നേരം ഹാജറിൻ്റെ പ്രതികരണമാണ് പ്രധാനം, ഇദൻ ലാ യുളയ്യിഉനല്ലാഹു, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾ ഞങ്ങളെ തനിച്ചാക്കി പോകുന്നതെങ്കിൽ ഞങ്ങളൊരിക്കലും വഴിയാധാരമാവുകയില്ല. അപ്പോൾ ഒരു ബാപ്പയുടെയും ഒരു ഉമ്മയുടെയും അവരുടെ മകൻ്റെയും അള്ളാഹുവിനോട് നേരെയുള്ള തത്സമയ പ്രതികരണം, അതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. തൽഹിയത്ത്, അർപ്പണബോധം. ഈ ഒരു ക്വാളിറ്റി, യോഗ്യത ജീവിതത്തിലുണ്ടെങ്കിൽ
നമ്മൾ പറഞ്ഞ മബ്റൂറും മഖ്ബൂലുമായിട്ട് ജീവിതം മാറും. ഒരു പുണ്യം ചെയ്യാൻ എന്താണ് പ്രേരകം? അള്ളാഹുവിനോട് പ്രതികരിക്കുക. ഒരു തിന്മ ചെയ്യാതിരിക്കാൻ എന്താണ് വേണ്ടത്? അള്ളാഹുവിനെ മുമ്പിൽ കാണുക. അങ്ങനെ എല്ലാത്തിനും അള്ളാഹു എന്ന ഒരു ബോധം നമ്മുടെ കണ്ണിലും കാതിലും കൽബിലും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് ഓരോ സന്ദർഭവും പുണ്യമുള്ളതാവുന്നത്. അവിടെയാണ് ഓരോ സന്ദർഭവും അള്ളാഹുവിൽ നിന്ന് പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി ആ രൂപത്തിൽ പോയപ്പോൾ, ഇസ്മായിൽ എന്ന കുഞ്ഞിന് ദാഹിച്ചപ്പോൾ ഹാജറ ബീവി ചെയ്ത കാര്യം, കുറേ ഓടി വെള്ളത്തിന് വേണ്ടി, പക്ഷെ വെള്ളം കിട്ടിയില്ല. പക്ഷേ അവരുടെ പ്രാർത്ഥന ആ സമയം അള്ളാഹു കേട്ടു. എന്താണ് കൊടുത്തത്? ഒരു തുള്ളി വെള്ളമല്ല, ഒരു കിണർ മൊത്തം. കുഞ്ഞിന് ദാഹം തീർക്കാൻ ഒരു 1-2 ഗ്ലാസ് വെള്ളം മതി. ഇനി കുഞ്ഞിൻ്റെയും ഉമ്മയുടെയും ദാഹം തീർക്കാൻ കുറച്ചധികം വെള്ളം വേണ്ടി വരും. പക്ഷേ അള്ളാഹു കൊടുത്തത് 1 ഗ്ലാസ് 1 ലിറ്റർ വെള്ളമല്ല, ഒരു തലമുറയല്ല, ലോകത്തെ അവസാന മനുഷ്യന് വരെയും കുടിക്കാവുന്ന ഒരു ജലസംഭരണിയാണ് കൊടുത്തത്. അതാണ് പ്രാർത്ഥനയുടെ ഊക്ക്, ശക്തി. ആദ്യം പറഞ്ഞ ജീവിതം മബ്റൂറും മഖ്ബൂലുമാവുകയാണെങ്കിൽ ഹാജറ ബീവിയെപ്പോലെ നാം ചോദിക്കുന്നതൊക്കെ അള്ളാഹു ചോദിക്കുന്നതിൻ്റെ 10 ഇരട്ടി നമുക്ക് നൽകും. ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ഒരു കിണർ മൊത്തം കൊടുത്തു. ഒരു പൂവാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു പൂന്തോട്ടം തിരിച്ച് സമ്മാനിക്കുന്ന അള്ളാഹുവാണ് ഈ രക്ഷിതാവ്. ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന് വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെട്ട മനസ്സുമായി ജീവിക്കുവാനുമാണ് ഹജ്ജിൻ്റെ ഈ സന്ദർഭങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്ന എല്ലാ പ്രവാചകന്മാരും ചെയ്തു വെച്ച അതിമഹത്തായ ഒരു കർമ്മം നമുക്കും ഉണ്ടായാൽ ഈ പറഞ്ഞ പോലെ ഹാജിയുടെ സന്ദേശം നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും നാം അതിൽ പങ്കെടുത്ത ഒരാളെപ്പോലെ നമുക്ക് മനസ്സിൽ അനുഭവിക്കാനും ആസ്വദിക്കുവാനും അതിലൂടെ ഈമാൻ കണ്ടെത്തുവാനും പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈമാനിനെയും തഖ്വയെയും അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയും സമ്മിശ്രമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അതിൻ്റെ വെളിച്ചത്തിൽ നിഷ്പ്രയാസമായി കാണുന്ന ഒരവസ്ഥയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിച്ചത്. പ്രയാസങ്ങളുണ്ടെങ്കിലും അത് മധുരമായി തീരും. എത്ര പ്രതിബന്ധങ്ങളാണെങ്കിലും അത് എളുപ്പമായി തീരും. എപ്പോൾ ഈ പറഞ്ഞ സമർപ്പണ ബോധവും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും സമീപനവും ജീവിതത്തിലുണ്ടെങ്കിൽ. കാപ്പി പൊടി മാത്രം കലക്കി കുടിക്കാൻ തന്നാൽ നമുക്ക് കുടിക്കാൻ സാധിക്കുകയില്ല, കയ്പായിരിക്കും. പക്ഷേ ആ കയ്പ് സ്വാദിഷ്ടമാകും കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും ചേർത്താൽ. കയ്പ് പോയി പ്രത്യേകമായ ഒരു ടേസ്റ്റ് വരും. ഇത് തന്നെയാണ് ഈമാനിൻ്റെയും തഖ്വയുടെയും പ്രത്യേകത. ഏത് കയ്പേറിയ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടോ, നിങ്ങളുടെ പക്കൽ ഈമാനും ഭക്തിയും ചേർക്കാനുണ്ടോ, ആ കയ്പ് മധുരമായി ബാക്കി നിൽക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ എല്ലാ കയ്പുകളും എല്ലാ പ്രശ്നങ്ങളും മധുരമായത്, തണുപ്പായത്, കുളിർമയായത് ഈ 2 വികാരങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. നാം മറക്കാതിരിക്കുക, ജീവിതത്തിൽ ധാരാളമായി അമലുകൾ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ചരിത്രത്തിലൂടെ ലഭിക്കുന്ന ഈമാനികമായ ആത്മാവ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. റബ്ബ് നമ്മയെല്ലാം
എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മൾ നിൽക്കുന്ന ദുൽഹജ്ജിലെ ആദ്യ ദിവസങ്ങൾ വളരെ പ്രാധാന്യപൂർവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഫീഹാ ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം എന്ന് തുടങ്ങുന്ന ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. അള്ളാഹുവിന് നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് അവൻ സ്വീകരിക്കുന്ന നാളുകളാണ് ഈ നാളുകൾ. അതിനേക്കാളും മെച്ചപ്പെട്ട മറ്റു നാളുകൾ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മളെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചില വിശേഷമായ അവസരങ്ങളിൽ അവൻ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കും. അങ്ങനെയുണ്ടല്ലോ, ഒരാൾ നമ്മോട് സംസാരിച്ചു, അതൊരു സൗഹൃദമാണ്. കൈ തന്ന് സംസാരിച്ചു, അതും സൗഹൃദമാണ്. ഒന്നുകൂടി അടുത്ത് വന്ന് ചേർത്ത് പിടിച്ചാലോ അത് വല്ലാത്ത ഊഷ്മളതയും ഒരു സുഖവും പ്രത്യേകമായി നമുക്ക് നൽകും. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകളായ നമ്മെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ചില അവസരങ്ങളിലൊക്കെ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. റമദാൻ അത്തരത്തിലുള്ള ചേർത്ത് പിടിക്കലിൻ്റെ സന്ദർഭമാണ്. അതുപോലെയുള്ള ഒരു 10 ദിവസമായിട്ടാണ് ദുൽഹജ്ജിൻ്റെ ആദ്യ നാളുകളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. അപ്പം അതുകൊണ്ട് പ്രത്യേകമായ ഇബാദത്തുകളൊന്നുമില്ല. എന്നാൽ പോലും ധാരാളമായിട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ അധികരിപ്പിക്കുക എന്നത് റസൂലുള്ളാഹി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദാനധർമ്മങ്ങൾ, സുന്നത്തുകൾ, സുന്നത്തായ നോമ്പുകൾ, വിക്റുകൾ, ഇസ്തിഗ്ഫാർ, അങ്ങനെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരല്പവും കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമയങ്ങളിൽ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ചേർത്ത് പിടിക്കലിൻ്റെ, അള്ളാഹുവിൻ്റെ ഓരത്ത് നമുക്ക് അവൻ്റെ അടുത്ത് നിലകൊള്ളുവാനുള്ള ഒരു സുവർണാവസരമാണ് അള്ളാഹു അതിലൂടെ നൽകുന്നത് എന്നർത്ഥം. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അറഫയാണ്. അറഫ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അറിഞ്ഞു എന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് മറന്നു പോവാനും പാടില്ല. അതിൽപ്പെട്ട ഒന്നാണ് ജീവിതത്തിൽ ലഭിക്കുന്ന അമൂല്യമായ തുല്യതയില്ലാത്ത ആ സന്ദർഭം. അതാണ് ഹജ്ജ് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ അറിയുവാനുള്ള സന്ദർഭമാണ് അറഫ. നമ്മളെയും അറിയുവാനുള്ള സന്ദർഭമാണ് അറഫ. 10-40 ലക്ഷം ആളുകൾ ഒരേ വികാരത്തിലും ഒരേ വാക്കുകളിലും ഒരേ വസ്ത്രവിധാനത്തിലുമായിട്ട് ഒന്നിക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്ന നിസ്സാരബോധമാണ് നമുക്കുള്ളത്. വലിയ ധനികനാണ്, കോടിക്കണക്കിന് സ്വത്തുണ്ട്, എന്നാൽ പോലും ആ ജലപ്രവാഹത്തിൽ, മനുഷ്യപ്രവാഹത്തിൽ നമ്മൾ കേവലം ഒരു തുള്ളി മാത്രമായി മാറുന്ന അവസ്ഥ. ആ രൂപത്തിൽ പ്രപഞ്ചത്തോടൊപ്പം നിൽക്കുവാൻ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമൊപ്പം നിൽക്കുവാൻ കൂടിയാണ് അതുമാതിരിയുള്ള സംഗതികൾ നമുക്ക് ബോധം നൽകുന്നത്. തവാഫ് നടത്തുമ്പോൾ കഅബാലയത്തിന് ചുറ്റും ഒരു മുസ്ലിം ഹജ്ജിൻ്റെയും ഉംറയുടെയും ഭാഗമായി പ്രദക്ഷിണം വെക്കുന്നത് പ്രധാനപ്പെട്ട ഒരു അമലാണ്. അതിൻ്റെ പൂർത്തീകരണത്തിന് രണ്ടിനും അത് ആവശ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ പല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഒരുപാട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വലിയതിനു ചുറ്റും നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് ഒരു ഹാജി, ഒരു ഉംറ ചെയ്യുന്ന മനുഷ്യൻ 7 വട്ടം തവാഫ് ചെയ്യുന്നത്. ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് നാം ആദ്യം പറഞ്ഞ മാനവിക സന്ദേശം പോലെ തന്നെ
പ്രപഞ്ചത്തിൻ്റെ കൂടി നാഡിമിടിപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹജ്ജിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ ചലനം പോലെ നമ്മൾ ചെയ്യണമെന്നതല്ല, ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും തഅബ്ബുദിയാണ്. എങ്ങനെയാണോ അള്ളാഹുവും റസൂലും കൽപ്പിച്ചത് അതിൽ ഒരു ന്യായീകരണവും ന്യായവാദവും നടത്താതെ ചെയ്യുക എന്നതാണ്. അതോടൊപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതുണ്ട്. ഓരോ സന്ദർഭത്തിലും ഈ പറഞ്ഞ പോലെ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുവാനുള്ള അമലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നാം പറഞ്ഞ യൗമു അറഫ, അതിൻ്റെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സുന്നത്താക്കിയിരിക്കുന്നത്. കഴിഞ്ഞുപോയ നാളുകളിലെയും വരാനുള്ള പാപങ്ങളുമൊക്കെ ഒരു മനുഷ്യന് കഴുകിക്കളയാൻ മാത്രം പര്യാപ്തമായ പുണ്യമാണ് ഈ അറഫ നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തത്. അതും നമ്മൾ മറന്നു പോവാതെ എടുക്കുവാൻ തയ്യാറാവുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ചിന്തയിലും മനസ്സിലുമൊക്കെ വഴിതെറ്റാത്ത രൂപത്തിൽ ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് നാം പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന സമർപ്പണ മനസ്സോടുകൂടെ ജീവിക്കുവാനും നാം തയ്യാറാവുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പെരുന്നാൾ നമസ്കാരം നമ്മൾ ഈദ്ഗാഹ് ഈ തവണ ഉണ്ടാവുകയില്ല, പള്ളിയിൽ വെച്ച് തന്നെയാണ് നിർവഹിക്കുക. 7:15 അതിന് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന ആളുകൾ ആ സമയം പാലിക്കണം എന്നുകൂടി അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ മാസം നടത്തുന്ന ഈ 10 ദിവസങ്ങൾ നടത്തുന്ന എല്ലാ അമലുകളും, സുന്നത്ത് നോമ്പ്, അതുപോലെ ഉളുഹിയത്ത് കർമ്മം, ഇവയെല്ലാം അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടെ സ്വീകരിച്ച് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ധാരാളം സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളും സഹോദരന്മാരുമായിട്ട് മക്കയിലെത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇനിയുള്ള ദിവസം ഹജ്ജിന് ഒരുങ്ങുകയാണ്. അവർക്കെല്ലാം റബ്ബ് ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ നമ്മൾ പറഞ്ഞ പോലെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതും ആ രൂപത്തിൽ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിച്ച് അവൻ്റെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും മുക്തരായി നല്ല ഈമാനോടുകൂടെ അമലുകളോടുകൂടെ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഈ ഒരാഴ്ച അടുത്തടുത്ത ദിവസങ്ങളിലായി അപകടത്തിലും മറ്റും മരിച്ച നമ്മളുടെ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകി സ്വർഗം നൽകി നീ അവരെയൊക്കെ അനുഗ്രഹിക്കണമേ. അസുഖമായി കഴിയുന്ന, ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു നല്ല ശിഫ നൽകി ഏറ്റവും എളുപ്പത്തിൽ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.